സംഗീതമോ തൊൽക്കോസ് നൃത്തമോ ഇല്ല എന്ന് തന്നെയാണ്. വീട്ടുമുറ്റത്തെ വേപ്പുമരത്തിൽ തട്ടിവന്ന കാറ്റിന്റെ നാമം ചൊല്ലൽ കേട്ട് വായിച്ചു കൂട്ടിയ കുറെ പുസ്തകങ്ങളിൽ നിന്ന് അരച്ചെടുത്ത അറിവാണ് ആഹ്ലാദത്തിന്റെയോ സ്നേഹത്തിന്റെയോ മധുരം പുരട്ടി നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്ന് പ്രവാസി മനസ്സുകളോട് ചോദിച്ചും വിശ്വസിച്ചും കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഏക അപേക്ഷയുള്ളത്, കടന്നു വന്നപ്പോൾ തന്നെ ചെറിയൊരു വിഷമം തോന്നിയത് അതെന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടും ഈ പരിപാടിയോടുള്ള ഇഷ്ടം കൊണ്ടുമൊക്കെ നിങ്ങളെല്ലാം വളരെ ഗൗരവത്തോടെ, വളരെ സീരിയസ് ആയി, വല്ലാത്തൊരു അച്ചടക്കത്തോടെ, മടുപ്പിക്കുന്ന അച്ചടക്കത്തോടെയാണ് ഇരിക്കുന്നത്. വേണ്ട, ലെറ്റ്സ് നോട്ട് ബി ഫ്രൈറ്റൻഡ് ബൈ ദ പപ്പീസ് ബാർക്സ്, നോട്ട് ഈവൻ ദ തണ്ടർബോൾട്സ് ഷാൽ ഫ്രൈറ്റൻ us. We are Malayalis with steel nerves and iron muscles. ദീനരോധനങ്ങൾ കേട്ട് അലോസരപ്പെടേണ്ട, മേഘമാനങ്ങൾ പിളർന്ന് കടന്നു വരുന്ന ഇടിമിന്നലിന്റെ ശരശക്തിയുള്ള നിനാദം പോലും നിങ്ങളെ സ്പർശിക്കാതെ കടന്നു പോകണം. ഉരുക്കുപേശികളും ഇരുമ്പ് ഞരമ്പുകളുമുള്ള മലയാളി സമൂഹമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി നിങ്ങളുടെ ഹർഷാരവവും സ്നേഹവും സ്വാഗതം ചെയ്തുകൊണ്ട് നെഞ്ചിലി ചുവന്ന കേരളവുമായി ഞാൻ ആരംഭിക്കട്ടെ. റിയാദ് ജീനിയസ്. ഇതൊരു മത്സരമാണ്. സ്വാഭാവികമായും വിജയികൾക്ക് കൈനിറയെ സമ്മാനങ്ങളുള്ള 55,585 രൂപയോ മറ്റുമാണ് റിയാദ് ജീനിയസിനെ തേടിയെത്തുന്ന സമ്മാനം. 300-ലേറെ പേർ രജിസ്റ്റർ ചെയ്തു മത്സരിക്കാൻ. അതിൽ നിന്ന് 6 പേർ കുറച്ചു നേരം കഴിയുമ്പോൾ ഈ വേദിയിലേക്ക്, ഇതിന്റെ അറിവുത്സവത്തിലേക്ക് എത്തും. അതിനു മുൻപുള്ള ഒരു വെറും പ്രിലിമിനറി സെക്ഷനാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ എനിക്കൊരാഗ്രഹം, ഈ സ്റ്റേജിൽ നല്ല വെളിച്ചമുണ്ട്, നിങ്ങൾക്ക് എന്നെ കാണാം. പലപ്പോഴും നമ്മുടെ രാജ്യത്തൊക്കെ ഉണ്ട്, അത് ഈ ഉയർന്ന പകലത്തിൽ ഇരിക്കുന്ന കുറച്ച് ആളുകളുടെ മാത്രം ജീവിതത്തിൽ വല്ലാത്ത വെളിച്ചവും അല്ലാതിരിക്കുന്ന 140 കോടി ആളുകൾ ഇരുട്ടിലുമാകുന്ന അവസ്ഥ. ഈ സ്റ്റേജിൽ അത് വേണ്ട. അതുകൊണ്ട് തന്നെ സദസ്സിനും കൂടി വെളിച്ചം ഈ സമയത്ത്, ഈ പ്രിലിമിനറി സമയത്ത് നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഈ മത്സരം സമർപ്പിക്കുന്നത് ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന റിയാദ് ജീനിയസിന് വേണ്ടിയല്ല. നമ്മളീ പറഞ്ഞല്ലോ, കയറ്റങ്ങളും ഇറക്കങ്ങളും ചേർന്നതാണ് ജീവിതം എന്ന്. ഈ മത്സരത്തിൽ പങ്കെടുക്കുകയും എന്നാൽ റിയാദ് ജീനിയസായി നാലാമത് ഞാൻ ഗാന്ധിജിയുടെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു. 1893 ജൂൺ 8 ദക്ഷിണാഫ്രിക്കയിലെ ഈ കാണുന്ന പീറ്റർ മാരിയസ്ബർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ആ മനുഷ്യൻ അവരനെ തിരിച്ചറിയുന്ന മുഹൂർത്തത്തിനു വേണ്ടി ജീവിക്കാൻ ഉറപ്പിച്ചത്. പീറ്റർ മാരിയസ്ബർഗ്. അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചത്, മരുപ്പച്ചകൾ ഉണ്ടാകുന്നത് ആരെഴുതി എന്നാണ്. ഏറെ ആദരണീയനായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ TM തോമസ് ഐസക്കാണ് മരുപ്പച്ചകൾ ഉണ്ടാകുന്നത് എന്ന പുസ്തകം എഴുതിയത്. അടുത്ത ചോദ്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്ന് ഞാൻ പറഞ്ഞു. രാരാരാരാരാന്നെന്തോ എന്താണ് പാട്ട്. ആ പാട്ട് അത്ര വലിയ സംഗീതമായി നിങ്ങൾക്ക് തോന്നിയില്ല എങ്കിലും മാനവരാശിയുടെ വിജ്ഞാന ചരിത്രത്തിൽ ഇതിനോളം നീളമുള്ള ഒരു പല്ലവിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എന്റെ ഉത്തരം. കാരണം ഈ പാട്ട് ഈ മനുഷ്യൻ പാടിയത് അന്നേ വരെ മനുഷ്യ സമൂഹത്തിന് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു സഞ്ചാരത്തിനൊടുവിലാണ്. വിഷ്ണു, ഇത് നീലാം സ്ട്രോങ് ആണ്. ചന്ദ്രനിലെത്തിയ നീലാം. ഇവിടെ രണ്ടിടത്തുമുള്ള സ്റ്റേഡിയങ്ങൾ ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, കണ്ണൂരുകാരൊക്കെ എഴുതണം. കണ്ണൂരല്ല, മലയാളികളിടത്തോളം കാലം എഴുതണം. കരുത്തുറ്റ സ്മാഷുകളും സർവുകളും വോളികളും കൊണ്ട് കളിക്കളങ്ങളെ മുഴുവൻ ഇളക്കി മറിച്ച നമ്മുടെ നാടിന്റെ അഭിമാനതാരമായ ജിമ്മി ജോർജിന്റെ പേരിൽ തന്നെയാണ് ഇറ്റലിയിലെ മോണ്ടിഷിയാറയിൽ ആ സ്റ്റേഡിയം ഉള്ളത്. ജിമ്മി ജോർജ് ആണ് ഉത്തരം. മണിച്ചിത്രത്താഴിലെ സമയം 1:30 മണിയായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അതെ, 1:30 മണിയാണ് മണിച്ചിത്രത്താഴിൽ കണ്ട സമയം. ഈ ശബ്ദത്തിന്റെ ഉടമയാണ് ചോദിച്ചത്. നദിർ പൂജ എന്നൊരു സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. കുട്ടികളെയൊക്കെ അഭിനയിപ്പിച്ചതാണ് ആ സിനിമ. അദ്ദേഹം സ്ഥാപിച്ച സ്ഥാപനത്തിൽ നിന്നും ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഒഴിവാക്കപ്പെടുന്നതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ നമ്മൾ വാർത്തകളിൽ വായിക്കുന്നു. ബ്രിട്ടീഷുകാർ കൽപ്പിച്ചു നൽകിയ സർപ്പദവി വലിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യദാഹത്താൽ നനഞ്ഞ മനസ്സോടെ ഇന്ത്യയുടെ പുൽത്തകിടികളിലൂടെ നടന്നു കയറിയ where the mind is without fear, where the head is held high, where knowledge is free and words come out from the depth of truth, where the reasons have not lost their ways into the dreary sands of dead habits എന്ന് എഴുതിയ രവീന്ദ്രനാഥ ടാഗോറിന്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. ഇറ്റ് ഈസ് ദ വോയിസ് ഓഫ് രവീന്ദ്രനാഥ ടാഗോർ.
അച്ഛനും പാപ്പയുമാണ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ള പാട്ടുള്ള സിനിമ അച്ഛനും പാപ്പയുമാണ്. മീശയില്ലാത്ത രാജാവ്, ഇറ്റ് വാസ് കിങ് ഓഫ് ഹാർട്ട്സ്. കിങ് ഓഫ് ഹാർട്ട്സിന് മീശയില്ല. ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്തവർക്ക് ഇനി ശ്രദ്ധിക്കാം. അലാമിക്കളിയാണ് ഞാൻ പിന്നീട് നിങ്ങളെ കാണിച്ചത്. അലാമിക്കളി, ഇത് അലാമിക്കളിയാണ്. അടുത്ത ചോദ്യം, 13ാമത്തെ ചോദ്യം നോക്കൂ. നമുക്ക് അക്ഷരം വായിക്കാൻ അറിയാവുന്ന ഒരു പുസ്തകം വായിച്ച് എലൈറ്റഡ് ആകുന്നതൊക്കെ ശരി തന്നെ. എന്നാൽ വായനയും എഴുത്തും അറിയാത്ത ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ. അക്ഷരാഭ്യാസമില്ലാത്ത ആ മനുഷ്യരുടെ അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്ത ഒരു വലിയ സമൂഹത്തിന് മുഴുവൻ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഒരു മൈക്കിന്റെ പിന്നിൽ ഇതുപോലെ നിന്ന് ഷേക്സ്പിയറിനെ, ഹോമറിനെ, കാളിദാസനെ, ബിമൽ മിത്രയെ, വയലാറിന്റെ ഐഷയെ, തിരുനെല്ലൂരിന്റെ കൊച്ചുറാണിയെ വരെ അക്ഷരം തെറ്റാതെ ഉച്ചത്തിൽ ഹൃദയത്തിൽ നിറയ്ക്കാനും പാടാനും പറയാനും പഠിപ്പിച്ചുവെങ്കിൽ ആ മനുഷ്യന്റെ പേര് 20ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിലെ സാംസ്കാരിക കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ ആ നായകന്റെ പേര് സാക്ഷാൽ വി സാംബശിവൻ എന്നതല്ലാതെ മറ്റൊന്നില്ല. കഥാപ്രസംഗ കലയുടെ കുലപതിയായ ശ്രീ വി സാംബശിവനാണ് അത്. സുരേന്ദ്രൻ കൂട്ടായി, ഞാൻ അങ്ങയെക്കുറിച്ച് ചോദിച്ച ചോദ്യമായിരുന്നു ഈ ക്വിസിലെ ഏറ്റവും പ്രയാസമുള്ളതും ഏറ്റവും മികച്ചതുമായ ചോദ്യമെന്ന് വിശ്വസിക്കട്ടെ. ശ്രീ സുരേന്ദ്രൻ കൂട്ടായി എന്റെ സുഹൃത്താകുന്നതിൽ തെറ്റില്ല. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിൽ തെറ്റില്ല. ഞങ്ങൾ എവിടെയെങ്കിലും ചെന്നിരിക്കുന്നതിലും തെറ്റില്ല. ഇരിക്കുന്നതും കുഴിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളല്ലേ. സുരേന്ദ്രൻ കൂട്ടായിക്ക് 10 മീറ്റർ കുഴിയെടുക്കാനുള്ള കരുത്തും ആരോഗ്യവും ഒക്കെ ഉണ്ട്. നല്ല കരുത്തനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം 10 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്തതിലും തെറ്റില്ല. എന്റെ പോക്കറ്റിൽ നിന്ന് ഒരു രൂപ കോയിൻ വീഴേണ്ടത് തന്നെ ദൗർഭാഗ്യം. ആ കോയിൻ 1 സെക്കൻഡിനുള്ളിൽ ആ കുഴിയുടെ അടിത്തട്ടിലെത്തി എന്ന് പറയുന്നിടത്ത് പ്രശ്നമുണ്ട്. കാരണം തീരെ കുട്ടിക്കാലത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു, ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഓൺലി 9.8 meters per second square. അപ്പോൾ തന്നെ കുട്ടിക്കാലത്ത് ജിയോഗ്രഫി ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ക്യാൻ ബി മോർ ദാൻ 9.8 ഓൺലി ഓൺ ദ പോളാർ റീജിയൻസ്. 10 മീറ്റർ ആഴമുള്ള കുഴിയിൽ 1 സെക്കൻഡിനുള്ളിൽ എന്റെ പോക്കറ്റിൽ നിന്ന് ആ 1 രൂപ നാണയം വീണുവെങ്കിൽ ഞാനും സുരേന്ദ്രൻ കൂട്ടായി വരുന്നത് നിശ്ചയമായും ഒരു ധ്രുവ പ്രദേശത്ത്, ഒരു പോളാർ റീജിയനിൽ തന്നെ ആയിരിക്കണം. അവിടെ അദ്ദേഹത്തെ പിറകിൽ നിന്ന് തല്ലിയ കരടി ഒരു പോളാർ ബെയർ തന്നെ ആയിരിക്കണം. ആൻഡ് ദ കളർ ഓഫ് ദാറ്റ് ബെയർ കനോട്ട് ബി ബ്ലാക്ക്, ഇറ്റ് ഈസ് വൈറ്റ്. വെളുത്ത നിറമുള്ള കരടിയാണ് അത്. താരം വാൽക്കണ്ണാടി. ഏതാണ് ഉത്തരം? ഉറക്കെ കേളി. കേളി എന്ന് തന്നെയാണ് ആ സിനിമയുടെ പേര്. പ്രവാസ ഭൂമികയിൽ നിന്ന് തിരികെ പോകുമ്പോൾ ഹൃദയത്തിൽ ഒരുപാട് കാലം സൂക്ഷിച്ചു വെക്കും കേളി എന്ന വാക്കും ഈ വികാരം. ക്ഷമിക്കൂ, ഞാൻ 7 തവണയാണ് നിങ്ങളോട് പ്ലസ് എന്ന് പറഞ്ഞത്. കുറച്ചു നേരത്തെ 10-15 മിനിറ്റ് പരമാവധി ഇടവേള മതിയിരിക്കും. ആ ഇടവേള കഴിയുമ്പോൾ ഈ പോഡിയം ഇവിടെ നിന്ന് മാറുകയും 6 പേർക്കുള്ള ഇരിപ്പിടങ്ങൾ ഈ വേദിയിൽ നിറയുകയും ചെയ്യും. അവർ 5 റൗണ്ടുകളിലാണ് മത്സരിക്കുക. ആ 5 റൗണ്ടുകളുടെ ഉടമകൾ ഞാനല്ല, നിങ്ങൾ തന്നെയാകും. ആ ആവേശഭരിതമായ മത്സരത്തിൽ ആ 6 പേർക്കൊഴികെ ഉള്ള ഈ സദസ്സിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കും ആഹ്ലാദം മാത്രമേ ഉണ്ടാകൂ. ആ 6 പേർക്ക് ടെൻഷൻ ഉണ്ടാകും. ഒരു 2020 ബാക്കിലായി. ഉറപ്പ് തരുന്നു, 10-15 മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ പുനരാരംഭിക്കും. അതുവരെ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ചിറകുകളിലേറി സഞ്ചരിക്കുവാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം
ഈ മനസ്സിലൊന്ന് ഒളിപ്പിച്ചു വയ്ക്കാനുള്ള കഴിവില്ലാത്ത ഒരാളാണ് പണ്ട് തൊട്ടേ, അറിയാവുന്നവർക്കറിയാം. അതുകൊണ്ട് പറയട്ടെ, ഈ ക്വിസ് മത്സരത്തിനൊടുവിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി പ്രേക്ഷകർക്ക് വേണ്ടി ഞാനൊരു സ്നേഹ സമ്മാനവും കരുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കേറെ ആഹ്ലാദകരമായ ഒന്നാണ്. വീണ്ടും കാണാം 15 മിനിറ്റുകൾക്ക് ശേഷം. നിങ്ങളുടെ നിറഞ്ഞ കരഘോഷവും വളരെ കടുപ്പിച്ച അച്ചടക്കമില്ലാത്ത ആവേശത്തിന്റെ ആനന്ദത്തിന്റെ മഹാനിമിഷങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഫോർ എ ഷോർട്ട് ബ്രേക്ക് നിങ്ങളുടെ സ്വന്തം GS. പിന്നെയും വന്നില്ല. പരിപാടി ചേച്ചി പറഞ്ഞായിരിക്കും. അല്ല ചേച്ചില്ല, വേറെ പിന്നെ ആരോ വിളിച്ചു എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഹലോ ചേട്ടാ, അറിയുമായിരിക്കും. അതുകൊണ്ട് എന്താ ഇവിടെ കിട്ടുള്ളൂ, മുമ്പ് കിട്ടും. കുഴപ്പമില്ല, അതിൽ പോയിട്ട് നമ്മൾ അറിയുന്ന പിള്ളേരുണ്ട് അവിടെ ചേർന്ന്. ഈ 2 പേര് പോയിട്ട് ഇതിൽ അങ്ങനെയൊക്കെ ചേർക്കാം. അറിയുന്ന പിള്ളേരുണ്ട്, നമ്മൾ സജീറും പിള്ളേരൊക്കെ ഉണ്ടാവും. ഞാൻ മീഡിയ ഉണ്ട്. യെസ്, കൈ ഉയർത്തി താങ്കൾ. എത്ര എണ്ണമുണ്ട്? 1. ഇതിൽ മുട്ടയിടാത്ത പക്ഷി ഒരെണ്ണം ഉണ്ടോ? ഏതാ? മയില് മുട്ടയിടില്ലേ? ഇടില്ലേ? ഇടും. എന്താ പേര്? നിബുഞ്ഞ്. എന്നൊരു കാര്യം പറയട്ടെ, താടിയിൽ എന്താ സംഭവം? തേനീച്ചക്കൂടാ? ശ്രീ ഉമർ അലി അക്ബർ, ശ്രീ യു രാജേഷ്, നിങ്ങൾക്ക് 2 പേർക്കും മടങ്ങി പോവാം. ലോകത്തിൽ എല്ലാ പാരറ്റും മുട്ടയിടും, എല്ലാ ക്രോയും മുട്ടയിടും, എല്ലാ ഓസ്ട്രിച്ചും മുട്ടയിടും. ചരിത്രത്തിൽ ഇതുവരെ ഒരു പീകോക്കും മുട്ടയിട്ടിട്ടില്ല. പീ ഹെന്നെ മുട്ടയിട്ടിട്ടുള്ളൂ, പീ ഫൗളെ മുട്ടയിട്ടിട്ടുള്ളൂ. പീകോക്ക് എന്നാൽ ആൺമയിൽ എന്ന് തന്നെയാണ് അർത്ഥം. ശരിയായ ഉത്തരമാണ് നിബു. ദാറ്റ് ഈസ് യുവർ സീറ്റ്. 60 സെക്കൻഡുകൾ കൊണ്ടാ പറയേണ്ടത്. എന്താ പറയണം? എന്താ ഈസ്റ്റർ, വിഷു ആശംസ? ഓണത്തിൽ തുടങ്ങല്ലേ? ഓണത്തിൽ തുടങ്ങി എല്ലാ ആശംസകളും പറയാം. എന്നാൽ പിന്നെ 60 സെക്കൻഡേ ഉള്ളെങ്കിൽ സമയം പ്ലേ ചെയ്തോ. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ വരുന്ന മാന്യോദാരമായ ഒരു കാലഘട്ടത്തിന്റെ ആസ്പത്രിയിൽ നിർത്തുന്ന ഓണാഘോഷത്തിൽ ജാതിമതഭേദമന്യം എടുക്കുന്ന ആപാലോർത്ഥ മലയാളികൾ മാപ്പിടമയിൽ നിന്ന് പ്രചോദനം വർദ്ധിച്ചുകൊണ്ട് നല്ലൊരു ഭാഗ്യവൃത്തമുണ്ട്. തങ്ങളുടെ പ്രതിജ്ഞാബദ്ധതയ്ക്ക് ആർക്കും കുട്ടികളാണ് ചെയ്യുന്നതെന്ന് മാനവികതര മഹത്വം ഉച്ചയിത്തരം ഉദ്ഘോഷിക്കുന്ന റിയാദ് കേളിയുടെ ഇത്തരം ഉത്സവങ്ങൾ പോലുള്ളവ നമ്മളിലുള്ള അന്യഭാവത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുകയും ഞാനും നീയും ഇല്ലാത്ത ലോകത്തിലേക്ക് നമ്മളെന്ന് പറയുന്ന വാക്കിന്റെ മഹാപ്രവാഹത്തെ പടർത്തുകയും ജീവിതത്തിന്റെ വസന്ത പരിപാടിയിൽ ഇച്ഛാശക്തിയുടെ കാകളിപാടി കർമ്മത്തിന്റെ കാഹളം ഊതിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിന് വെളിച്ചവും വിശുദ്ധിയും മണവും മമതയും ഒരിത്തിരി കൊന്നപ്പൂവും എന്ന് ഓർമ്മിപ്പിക്കുന്ന വിഷു മാത്രമല്ല, ത്യാഗത്തിന്റെ ഓർമ്മപ്പെടുത്തലും ഉയർത്തെഴുന്നേൽപ്പിന്റെ മഹാധർമ്മവുമായ ഈസ്റ്ററിന്റെയും വിശ്വസാഹോദര്യത്തിന്റെ പവിത്രമായ ഗീതാഘോഷങ്ങളുടെ കഴിഞ്ഞുപോയ ദിവസങ്ങൾക്ക് ശേഷമുള്ള ഈ ഒത്തൊരുമയിൽ സർവ്വവിധ ആഹ്ലാദങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരുമാരെയും തിരിച്ചറിയാതെ ഏകായികൾ ചേർന്നുണ്ടായ ആൾക്കൂട്ടം ഇരമ്പുന്ന തിരുവനന്തപുരം എന്ന നരക സമുദ്രത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുൻപ് റിയാദിലുള്ള എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ സങ്കടം ഓർമ്മിപ്പിച്ചോട്ടെ. ഇവിടെ നിങ്ങളുടെ ഇടയിലൊക്കെ നടന്നു വന്ന് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പോ അല്ലെങ്കിൽ പിറകുവശത്ത് വന്ന് ഓഡിയൻസിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ കയ്യിൽ നിന്ന് വളരെ വിലയേറിയ ഒരു സംഗതി നഷ്ടമായി പോയിട്ടുണ്ട്. കിട്ടുന്നവർ ദയവ് ചെയ്ത് ആരെങ്കിലും അത് വീണ് കിട്ടിയാൽ, ആരെങ്കിലും നിങ്ങൾക്ക് ആർക്ക് കിട്ടിയാലും കേടുപാടുകളില്ലാതെ സംഘാടകരെ 60 സെക്കൻഡുകൾ കൊണ്ടാ പറയേണ്ടത്. എന്താ പറയണം? എന്താ ഈസ്റ്റർ, വിഷു ആശംസ? ഓണത്തിൽ തുടങ്ങല്ലേ? ഓണത്തിൽ തുടങ്ങി എല്ലാ ആശംസകളും പറയാം. എന്നാൽ പിന്നെ 60 സെക്കൻഡേ ഉള്ളെങ്കിൽ സമയം പ്ലേ ചെയ്തോ.
മനുഷ്യരെല്ലാവരും ഒന്നുപോലെ വാഴുന്ന മാന്യോദാരമായ ഒരു കാലഘട്ടത്തിന്റെ സ്മൃതി നിർത്തുന്ന ഓണാഘോഷത്തിൽ ജാതിമത ഭേദമന്യം എടുക്കുന്ന ആപാലോർത്ഥ മലയാളികൾ മാപ്പിടമയിൽ നിന്ന് പ്രചോദനം വർദ്ധിച്ചുകൊണ്ട് നല്ലൊരു ഭാവി ഉയർത്തേണ്ട തങ്ങളുടെ പ്രതിജ്ഞാബദ്ധതയ്ക്ക് ആക്കം കുട്ടുകയാണ് ചെയ്യുന്നതെന്ന് മാനവികതയുടെ മഹത്വം ഉച്ചയിത്തരം ഉദ്ഘോഷിക്കുന്ന റിയാദ് കേളിയുടെ ഇത്തരം ഉത്സവങ്ങൾ പോലുള്ളവ നമ്മളിലുള്ള അന്യഭാവത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുകയും ഞാനും നീയും ഇല്ലാത്ത ലോകത്തിലേക്ക് നമ്മളെന്ന് പറയുന്ന വാക്കിന്റെ മഹാപ്രവാഹത്തെ പടർത്തുകയും ജീവിതത്തിന്റെ വസന്ത പരിപാടിയിൽ ഇച്ഛാശക്തിയുടെ കാകളിപാടി കർമ്മത്തിന്റെ കാഹളം ഊതിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിന് വെളിച്ചവും വിശുദ്ധിയും മണവും മമതയും ഒരിത്തിരി കൊന്നപ്പൂവെന്ന് ഓർമ്മിപ്പിക്കുന്ന വിഷു മാത്രമല്ല ത്യാഗത്തിന്റെ ഓർമ്മപ്പെടുത്തലും ഉയർത്തെഴുന്നേൽപ്പിന്റെ മഹാധർമ്മവുമായ ഈസ്റ്ററിന്റെയും വിശ്വസാഹോദര്യത്തിന്റെ പവിത്രമായ ഗീതാഘോഷങ്ങളുടെ കഴിഞ്ഞുപോയ ദിവസങ്ങൾക്ക് ശേഷമുള്ള ഈ ഒത്തൊരുമയിൽ സർവ്വവിധ ആഹ്ലാദങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരുമാരെയും തിരിച്ചറിയാതെ ഏകായികൾ ചേർന്നുണ്ടായ ആൾക്കൂട്ടം ഇരമ്പുന്ന തിരുവനന്തപുരം എന്ന നരക സമുദ്രത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുൻപ് റിയാദിലുള്ള എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ സങ്കടം ഓർമ്മിപ്പിച്ചോട്ടെ. ഇവിടെ നിങ്ങളുടെ ഇടയിലൊക്കെ നടന്നു വന്ന് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പോ അല്ലെങ്കിൽ പിറകുവശത്ത് വന്ന് ഓഡിയൻസിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ കയ്യിൽ നിന്ന് വളരെ വിലയേറിയ ഒരു സംഗതി നഷ്ടമായി പോയിട്ടുണ്ട്. കിട്ടുന്നവർ ദയവ് ചെയ്ത് ആരെങ്കിലും അത് വീണ് കിട്ടിയാൽ, ആരെങ്കിലും നിങ്ങൾക്ക് ആർക്ക് കിട്ടിയാലും കേടുപാടുകളില്ലാതെ സംഘാടകരെ